വെൽക്കം ടു അനദർ വീഡിയോ. എക്സലിലുള്ള ഏറ്റവും പ്രചാരമുള്ള ഫംഗ്ഷൻസിലൊന്നാണ് വി ലുക്കപ്പ്. ഇതിന് ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും ഒരുപോലെ ഉപയോഗമുണ്ട്. ഈ വീഡിയോയിൽ വി ലുക്കപ്പ് ഫംഗ്ഷൻ എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ എന്താണ് വി ലുക്കപ്പ്? വി ലുക്കപ്പ് അതായത് വെർട്ടിക്കൽ ലുക്കപ്പ്. ഒരു വാല്യൂ ഉപയോഗിച്ച് ഒരു ടേബിളിൽ നിന്ന് അതിനാനുപാതികമായിട്ടുള്ള മറ്റൊരു ഡാറ്റ കണ്ടെത്താൻ സഹായിക്കുന്ന എക്സലിലെ ഒരു ഫംഗ്ഷനാണ് വി ലുക്കപ്പ്. അപ്പോൾ നമുക്ക് വി ലുക്കപ്പ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്, അതായത് = വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ കോമ ടേബിൾ അറേ കോമ കോളം ഇൻഡെക്സ് നമ്പർ കോമ റേഞ്ച് ലുക്കപ്പ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇതാണ് സിൻടാക്സ്. ഇത് നമുക്ക് ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള വി ലുക്കപ്പ് ഫംഗ്ഷൻ ഒരു സെയിം ഷീറ്റിൽ തന്നെ നമുക്ക് ഡാറ്റ എങ്ങനെ റിട്രൈവ് ചെയ്യാമെന്ന് നോക്കാം. ഈ ടേബിള് ഓഫീസ് ഫെസിലിറ്റി ഐ ഡി ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഒരു ഓഫീസ് ഫെസിലിറ്റി ഐ ഡി ഉപയോഗിച്ചിട്ട് ഫോൺ നമ്പേഴ്സ് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്, 2 ഫെസിലിറ്റി ഐ ഡിയുള്ള ഡാറ്റ. ആ ഫെസിലിറ്റി ഐ ഡിയുടെ ഫോൺ നമ്പർ നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്ന് എങ്ങനെ കണ്ടെത്താമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഡാറ്റ വേണ്ടത് ഫോൺ നമ്പറാണ്. അപ്പോൾ നമുക്ക് എവിടെയാണോ ഡാറ്റ വേണ്ടത് ആ ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് = കൊടുക്കാം. ഇനി സിൻടാക്സ് എന്താണ് പറഞ്ഞത്? വി ലുക്കപ്പ് അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ പറയുന്നത് ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ലുക്കപ്പ് ചെയ്യുന്നത്, അതായത് ഈ ഒരു ഫെസിലിറ്റി ഐ ഡിയാണ് നമ്മൾ നോക്കുന്നത്. ആ ഫെസിലിറ്റി ഐ ഡിക്ക് ആനുപാതികമായിട്ടുള്ളൊരു ഡാറ്റയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ ലുക്കപ്പ് വാല്യൂ എന്നുള്ളടത്ത് ഈ ഒരു ഫെസിലിറ്റി ഐ ഡി ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കോമ അടിക്കുകയാണ്. അടുത്ത് നമ്മളോട് ചോദിക്കുന്നത് ടേബിൾ അറേ. ഈ ടേബിൾ അറേ വി ലുക്കപ്പിൽ നമ്മൾ ടേബിൾ അറേ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലുക്കപ്പ് വാല്യൂ എന്താണോ കൊടുത്തത് ആ ഡാറ്റ ടേബിളിൽ ഏത് കോളത്തിലാണോ വരുന്നത് ആ കോളം തൊട്ട് വേണം നമ്മൾ ആ ഒരു അറേ അല്ലെങ്കിൽ ആ റേഞ്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കോളത്തിലാണ് ആ ഒരു ഫെസിലിറ്റി ഐ ഡി വരിക. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടിട്ട് നമുക്ക് എത്രത്തോളം ആ ടേബിൾ ആവശ്യമുണ്ടോ അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു അറേയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതായത് ഈ ഒരു റേഞ്ചാണ് നമ്മൾ സെലക്ട് ചെയ്തത് ടേബിൾ അറേ എന്ന ഭാഗത്ത്. എന്നിട്ട് കോമ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലുക്കപ്പ് വാല്യൂ കൊടുത്തു. ഈ 119 ഈ ടേബിൾ അറേയിൽ എവിടെയാണെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് കോമ കൊടുത്തപ്പോൾ നമുക്ക് കോളം ഇൻഡെക്സ് നമ്പർ ഉണ്ട്. ഈ കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടേബിൾ അറേയിൽ ഈ ഒരു ഫെസിലിറ്റി ഐ ഡിക്ക് ആനുപാതികമായിട്ടുള്ള ഏത് കോളമാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്തപ്പം കോളത്തിൻ്റെ നെയിം വരിക 1 2 3 4 5 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫോൺ നമ്പറാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ച്, അതായത് ഈ ഒരു ഫെസിലിറ്റി ഐ ഡി തൊട്ടിട്ട് എണ്ണി നോക്കുക, 1 2 3 4 5ാമത്തെ ഡാറ്റയാണ് ഫോൺ നമ്പർ. അപ്പോൾ നമ്മളിവിടെ കോളം ഇൻഡെക്സ് നമ്പർ എന്നുള്ളത് 5 എന്ന് കൊടുക്കുക. എന്നതിന് ശേഷം കോമ അടിക്കുക. അടുത്ത റേഞ്ച് ലുക്കപ്പാണ്. ഇവിടെ പറഞ്ഞത് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് മാച്ചാണ്, ഫോൾസ് ആണെങ്കിൽ എക്സാക്റ്റ് മാച്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്കിവിടെ എക്സാക്റ്റ് മാച്ച് വേണം. അപ്രോക്സിമേറ്റ് മാച്ച് കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് ഡാറ്റ തെറ്റിപ്പോവും. അപ്പോൾ എക്സാക്റ്റ് മാച്ച് ആണെങ്കിൽ ഇപ്പോൾ 119 എന്നുള്ള ഡാറ്റ ഇവിടെ 119 വന്നു കഴിഞ്ഞാൽ എക്സാക്റ്റ് മാച്ചായി. അതിനാനുപാതികമായിട്ടുള്ള 5ാമത്തെ കോളത്തിലെ ഡാറ്റ നമുക്ക് റിട്ടേൺ ചെയ്ത് വരണം. അപ്പോൾ ഇവിടെ ഫോൾസ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ടോ, നമുക്ക് ഈ 119 എന്നുള്ള ഫെസിലിറ്റി ഐ ഡിയിൽ ഉള്ള നമ്പറാണ് നമുക്ക് വരിക. ഇവിടെ 119 ആണ്, അതിലുള്ള നമ്പർ ഇതാണ് 91 92 ഈ ഒരു പറഞ്ഞ നമ്പറാണ്. ഇനി നമ്മളിത് ഓട്ടോഫിൽ ചെയ്ത് കഴിഞ്ഞാൽ 109 ആനുപാതികമായിട്ടുള്ള ഇവിടെ 109 ആനുപാതികമായിട്ടുള്ള നമ്പർ ഇവിടെ വരും. ഇതാണ് ബേസിക്കായിട്ട് നമുക്ക് വി ലുക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ വി ലുക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഫെസിലിറ്റി ഐ ഡി ക്ലിക്ക് ചെയ്തു, കോമ അടിച്ചു. ഇവിടെ ടേബിൾ അറേ ഞാൻ കൊടുത്തത് ഈ എല്ലാ കോളം മൊത്തമായിട്ട് സെലക്ട് ചെയ്തു, അതായത് ഈ ഒരു കോളത്തിൻ്റെ എ എന്ന കോളത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തിട്ട് മൊത്തമായിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ വന്നത് A through E എന്നാണ്. അപ്പോൾ നമ്മളുടെ ഈ ടേബിൾ അറേ എന്ന് പറഞ്ഞാൽ ഈ A B C D E എന്ന കോളങ്ങൾ താഴെ മൊത്തം റോ വരെ സെലക്റ്റഡ് ആയിരിക്കും. ഈ ഒരു കേസിൽ നമുക്ക് കോംപ്ലിക്കേഷൻ വരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ ഒരു ടേബിൾ മാത്രമായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ടേബിൾ ഉണ്ട്, നമ്മൾ ജസ്റ്റ് ആ ഒരു ടേബിൾ അറേ നമ്മൾ ഇവിടെ വരെ മാത്രം സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ A1 to E31 എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്തു, കോമ അടിച്ചു, കോളം ഇൻഡെക്സ് നമ്പർ 5 വേണ്ടത്, കോമ അടിച്ചു, ഫോൾസ് അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ ആ ഒരു ഫോൺ നമ്പർ അവിടെ വന്നു.
അതായത് 119 എന്നുള്ളത് ഫോൺ നമ്പർ 465 ആണെന്ന് വന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മളിത് ഓട്ടോ ഫിൽ ഓപ്ഷൻ എടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഉള്ള ഫോർമുല റിലേറ്റീവ് റെഫറൻസ് ആയതുകൊണ്ട് തന്നെ ആ ടേബിൾ അറേ മാറുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഇവിടെ A2 through E32 ആയി, അതായത് ഇവിടുത്തെ ഈ ഒരു റോ ഒഴിവായി. അതേപോലെ നമ്മളിത് ഓട്ടോ ഫിൽ ഞാനൊന്ന് താഴത്തോട്ടും കൂടി ചെയ്യാണ്. ഇപ്പോൾ താഴത്തോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഒരു 120 കൊടുത്തു, 115 കൊടുത്തു. 115 ഡാറ്റ ഇല്ല. ഇവിടെ 114 എന്നൊരു സംഖ്യയുണ്ട്. ഈ 114 എന്നുള്ള സംഖ്യ ഇവിടെ -n എന്നുള്ള രീതിയിലാണ് വന്നത്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഓട്ടോ ഫിൽ ചെയ്തപ്പം നമ്മളുടെ ടേബിൾ അറേ മാറി. ഇവിടെ A1 E31 ആണ് ശരിക്കും ടേബിൾ റേഞ്ച് വരേണ്ടത്. അതുപോലെ A2 E32, A3 E33 എന്നതിനൊക്കെ പകരം A1 E31 തന്നെയാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഇത് ഓട്ടോ ഫിൽ ചെയ്യുമ്പോൾ അത് റിലേറ്റീവ് റെഫറൻസ് ആയതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് മാറി. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആൻസർ 114 ഫോൺ നമ്പർ കിട്ടുന്നില്ല, ഓഫീസ് ഫെസിലിറ്റി ആയിട്ട് 114 ആൻസർ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ഈ ടേബിൾ അറേ കൊടുക്കുമ്പോൾ എപ്പോഴും അതൊരു അബ്സല്യൂട്ട് റെഫറൻസ് ആക്കിയിട്ട് മാറ്റുക. അപ്പോൾ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാൻ സെലക്ട് ചെയ്തിട്ട് F4 അടിച്ചാൽ മതി. അപ്പം ഈ എല്ലാ കോളത്തിൻ്റെയും റോൻ്റെയും നമ്പറിന് മുന്നിൽ $സൈൻ വന്നിട്ട് അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. എന്നിട്ട് എൻ്റർ അടിക്കുകയാണ്. എന്നിട്ട് ഞാനിവിടെ ഓട്ടോ ഫിൽ ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മൊത്തം ഡീറ്റെയിൽസ് കിട്ടുന്നതായിട്ട് കാണാം. അപ്പം ഈ അബ്സല്യൂട്ട് റെഫറൻസും റിലേറ്റീവ് റെഫറൻസും എന്താ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ബിഗിനേഴ്സിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാനത് അൺഡു ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ഷീറ്റിൽ നിന്ന് VLOOKUP എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ ഡാറ്റയിൽ സബ് ഡിവിഷൻ വൈസ് ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് കരുതുക. അതായത് നമുക്ക് മുകളിൽ നിന്ന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു മെയിൽ വരികയാണ്, ഇന്നൊരു റിപ്പോർട്ട് വേണമെന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സബ് ഡിവിഷൻ വൈസ് ആണ് റിപ്പോർട്ട് കൊടുക്കേണ്ടതെന്ന് കരുതുക. അതായത് ഓരോ സബ് ഡിവിഷനിലേക്കും അവരുടെ ഫോൺ നമ്പർ അയച്ച് കൊടുക്കണമെന്ന് കരുതുക. അതിന് നമുക്ക് സബ് ഡിവിഷൻ വൈസ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഓഫീസ് ഏത് സബ് ഡിവിഷൻ ആണെന്ന് ഈ ഡാറ്റയിലില്ല. ഈ ഡാറ്റയിൽ ആകെ ഓഫീസ് നെയിം, ഡിവിഷൻ നെയിം, അഡ്രസ്സ്, ഫോൺ നമ്പർ മാത്രമേ ഉള്ളൂ. എന്നാൽ അത് അടുത്ത ഷീറ്റിൽ ഉള്ളത് ഇവിടേക്ക് ഓരോന്നായി കോപ്പി ചെയ്ത് നമുക്ക് VLOOKUP ഉപയോഗിച്ചിട്ട് F എന്ന കോളത്തിലേക്ക് വരുത്താം. അതായത് ഇവിടെ ഞാനൊരു ഷീറ്റിൽ സബ് ഡിവിഷൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡാറ്റയാണ് നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് മാറ്റേണ്ടത്. ഇവിടെ ഈ സബ് ഡിവിഷൻ എന്ന് പറഞ്ഞത് 50ഓളം ഡാറ്റ ഉണ്ട്. ഡാറ്റയിലാണെങ്കിൽ നമുക്ക് 30ഓളം ഡാറ്റ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 30 ഡാറ്റ ഉള്ളതിൻ്റെ സബ് ഡിവിഷൻ മാത്രം നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഓരോന്ന് കോപ്പി ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ VLOOKUP ഫംഗ്ഷൻ വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ F1ൽ സബ് ഡിവിഷൻ എന്ന നെയിം കൊടുക്കുകയാണ്. ഇവിടെ സബ് ഡിവിഷൻ എന്ന നെയിം കൊടുക്കുകയാണ്. എന്നിട്ട് F2ൽ ഞാൻ ഈ ഒരു ഫോർമുല കൊടുക്കുകയാണ്. ഫോർമുല എന്താണ്? നമുക്കിവിടേക്ക് വരേണ്ടത് സബ് ഡിവിഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നമുക്കിവിടെ ഉള്ള ഈ ഒരു സബ് ഡിവിഷൻ എന്ന് പറഞ്ഞ ഷീറ്റിൽ ഓഫീസ് ഫെസിലിറ്റി ID ഉണ്ട്. അപ്പോൾ നമുക്ക് സബ് ഡിവിഷൻ ഇങ്ങോട്ടേക്ക് കിട്ടണം. ജസ്റ്റ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ ഇവിടെ നമ്പറൊക്കെ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്, എല്ലാ നമ്പറും ഇല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു F2 സെലക്ട് ചെയ്തിട്ട് VLOOKUP എന്ന് അടിക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്താണ് ലുക്കപ്പ് വാല്യൂ? കോമൺ ആയിട്ടുള്ളത്, കോമൺ അല്ല യുണീക്ക് ആയിട്ടുള്ളത് ഓഫീസ് ഫെസിലിറ്റി ID ആണ്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് കോമ അടിക്കുക. ടേബിൾ അറേ ഏത് ടേബിളിലാണ് നമ്മൾ ലുക്കപ്പ് ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ ഇവിടെ ഈ ഒരു ടേബിളിലായിരുന്നു ലുക്കപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഡാറ്റ ഉള്ളത് വേറൊരു ടേബിളിലാണ്, പക്ഷേ നമ്മൾ ലുക്കപ്പ് വാല്യൂ ഇതുവരെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഡാറ്റ ഉള്ള ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കോമ അടിച്ചതിന് ശേഷം വേറെ എവിടെയും ക്ലിക്ക് ചെയ്യാതെ ഈ സബ് ഡിവിഷൻ എന്നുള്ള ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിലുള്ള ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്യുക. കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എപ്പോഴും ഏത് ലുക്കപ്പ് വാല്യൂയിലാണോ തുടങ്ങുന്നത് ആ കോളം വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ Aയും B ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഫോർമുല ബാറിൽ കാണാം, ഈ ഒരു ഡാറ്റ A through B എന്നുള്ളത് വന്നതിന് പകരം ഒരു അപ്പോസ്ട്രോഫി സബ് ഡിവിഷൻ അപ്പോസ്ട്രോഫി എക്സ്ക്ലമേഷൻ മാർക്ക് A/B എന്നുള്ള രീതിയിൽ വന്നായിട്ട് കാണാം. അതായത് ഈ ഒരു സബ് ഡിവിഷൻ എന്ന് പറഞ്ഞുള്ള ഷീറ്റിലുള്ള ഈ ഒരു റേഞ്ചിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ കോമ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം ഇവിടെ കോളം ഇൻഡെക്സ് ആണ്. ഈ ഷീറ്റിലാണ് ഇത് ഡീറ്റെയിൽസ് വരുന്നതെങ്കിൽ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ ഷീറ്റിലെ F2 എന്ന് പറഞ്ഞ കോളത്തിലാണ് ഇത് അടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കോളം ഇൻഡെക്സ് നമ്പർ എത്രാമത്തെ കോളമാണ് വേണ്ടത്? നമ്മൾ ഈ ടേബിളിൽ രണ്ടാമത്തെ കോളമാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തെ കോളം ഫെസിലിറ്റി ID ആണ്, രണ്ടാമത്തെ കോളം സബ് ഡിവിഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, 2 എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് കോമ അടിക്കുക. എക്സാക്റ്റ് മാച്ച് വേണമെന്നുള്ളതിനോണ്ട് ഫോൾസ് അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നതിന് ശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ 141 പറഞ്ഞത് നോർത്ത് സബ് ഡിവിഷനാണ്. ഇതിവിടെ
141 നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. 141 പറഞ്ഞാൽ നോർത്ത് സബ്ഡിവിഷനാണ്. നോർമലി നമ്മൾ എന്ത് ചെയ്യണം, വി ലുക്കപ്പ് അല്ലെങ്കിൽ ഓരോന്നും ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇത് കോപ്പി ചെയ്ത് അവിടേക്ക് പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ വി ലുക്കപ്പിൽ നമുക്ക് 141 പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് സബ്ഡിവിഷനാണെന്ന് കണ്ടു. എന്നിട്ട് ഓട്ടോ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരെ നമുക്ക് എന്ത് കിട്ടി, സബ്ഡിവിഷൻ വൈസ് ഡാറ്റ കിട്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലുക്കപ്പ് വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുന്ന റേഞ്ചിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പം രണ്ടിലും യുണീക്കായിട്ടുള്ള ഒരേപോലെ തന്നെയുള്ള നമ്പറോ അല്ലെങ്കിൽ എന്താണോ പേരാണെങ്കിൽ പേര് അത് രണ്ടും സെയിം ആയിരിക്കണം. റേഞ്ചിലുള്ളതും ലുക്കപ്പ് വാല്യൂ ആയിട്ട് കൊടുക്കണം സെയിം ആയിരിക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എററാണ് വരിക. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ വി ലുക്കപ്പ് A2 അതായത് 141, അതായത് ഈ ഒരു സെല്ലിൽ നമ്മൾ എന്താ വി ലുക്കപ്പ് ചെയ്തത്, ലുക്കപ്പ് വാല്യൂ ഇവിടെ A2 ആണ് കൊടുത്തത്, അത് 141 ആണ്. അപ്പോൾ 141 എന്നുള്ളത് ഇവിടെ ഉള്ളതിന് കൊണ്ടാണ് നമുക്കിവിടെ ഡാറ്റ നോർത്ത് സബ്ഡിവിഷൻ വന്നത്. ഞാനിവിടെ 141 പകരം 200 കൊടുത്തു. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും NA എന്നുള്ള N⁻A എന്നുള്ള രീതിയിലുള്ള ഒരു എററാണ് വന്നത്. ഞാൻ അൺഡു ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ #N⁻A എന്ന് വരുന്ന സാഹചര്യത്തിൽ നമുക്ക് EF_ERROR എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എററുള്ള സ്ഥലത്ത് നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ കൊടുക്കാം. അതായത് എംപ്ലോയി ID നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ നോ വാല്യൂ എന്നിങ്ങനെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു കോളത്തിൽ തന്നെ സമം അടിക്കുക, എന്നിട്ടിവിടെ EF_ERROR എന്ന് അടിക്കുക. EF_ERROR എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ ഫംഗ്ഷനിൽ എന്താ പറയണത്, വാല്യൂ കൊടുക്കാൻ പറയുന്നുണ്ട്. ഒരു വാല്യൂ നമ്മളോട് കൊടുക്കുക, എന്നിട്ട് കോമ അടിച്ചിട്ട് എറർ ആണെങ്കിൽ എന്താണ് അതിൽ വരേണ്ടത് എന്ന് കൊടുക്കണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂ എന്താണ് കൊടുക്കേണ്ടത്, നമ്മൾ ആ വി ലുക്കപ്പ് ചെയ്ത് കിട്ടുന്ന ആ ഡാറ്റയാണ്. അവിടെ ഒരു #NA വന്നു കഴിഞ്ഞാൽ ഒരു എററാണ്. അപ്പോൾ എററാണെങ്കിൽ എന്ത് വരണം. അപ്പോൾ നമുക്കിവിടെ വി ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷൻ കൊടുക്കാം. വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ, ഈ EF_ERROR ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ വി ലുക്കപ്പ് കൊടുക്കുന്നത്. അപ്പോൾ വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ലുക്കപ്പ് വാല്യൂ 141 കൊടുത്തു, കോമ കൊടുത്തു, അടുത്തത് സബ്ഡിവിഷൻ ക്ലിക്ക് ചെയ്തു, എയും ബിയും സെലക്ട് ചെയ്തു, കോമ കൊടുത്തു. നമുക്ക് സബ്ഡിവിഷൻ കിട്ടണം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ രണ്ടാമത്തെ ഇൻഡെക്സ് നമ്പർ കൊടുക്കുക. ഇതൊക്കെ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇവിടെയാണ് നമ്മൾ ഡാറ്റ ഉള്ളതെന്ന്. കോമ അടിക്കുക, എക്സാക്റ്റ് മാച്ചാണോ അപ്രോക്സിമേറ്റ് മാച്ചാണോ, അപ്പോൾ എക്സാക്റ്റ് ആണ്, ഫോൾസ് അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കുകയല്ല, നമുക്കിവിടെ ഇപ്പോഴും ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പോൾ EF_ERROR ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വാല്യൂ കൊടുത്തു എന്നാണ് ഇതുവരെയുള്ള പൊസിഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്, നമുക്കിവിടെ ഒരു കോമ അടിക്കണം. കോമ അടിച്ചു. അപ്പോൾ ഈ ഒരു വി ലുക്കപ്പിൻ്റെ വന്ന ഉത്തരം എറർ ആണെങ്കിൽ എന്ത് വരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കൊരു ടെക്സ്റ്റാണ് വരേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഡബിൾ ഇൻവെർട്ടഡ് കോമയിലാണ് ഡീറ്റെയിൽസ് അടിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്പർ ആണെങ്കിൽ നമ്പർ ഡയറക്റ്റ് അടിക്കുക. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ അടിക്കുക ഫെസിലിറ്റി ID നോട്ട് ഫൗണ്ട് എന്നുള്ള അടിക്കുകയാണ്. ഡബിൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എന്നിട്ട് എൻ്റർ അടിക്കാം. ഇവിടെ നമുക്ക് നോർത്ത് സബ്ഡിവിഷൻ തന്നെ ആൻസർ തന്നെ കിട്ടി. കാരണം എന്താ, നമുക്ക് 141 പറഞ്ഞ ഫെസിലിറ്റി ID ഉണ്ട്. ഞാനിവിടെ ഒരു 200 കൊടുത്ത് നോക്കുകയാണ്. ഇപ്പോൾ കണ്ടോ, ഇവിടെ ഫെസിലിറ്റി ID നോട്ട് ഫൗണ്ട് എന്നുള്ള എന്ത് വന്നു, എറർ ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെയിം എക്സൽ ഷീറ്റിൽ ഡാറ്റ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ സെയിം എക്സൽ വർക്ക് ബുക്കിൽ വ്യത്യസ്ത ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വി ലുക്കപ്പ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊരു വേറെ ഷീറ്റിലുള്ള ഡാറ്റ വെച്ചിട്ട് എങ്ങനെ വി ലുക്കപ്പ് ചെയ്യാമെന്ന് നോക്കാം. നമ്മളങ്ങനെ വേറൊരു ഷീറ്റിൽ നിന്ന് വി ലുക്കപ്പ് ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, എപ്പോൾ നമ്മൾ ഈ ഒരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഏത് ഷീറ്റൊക്കെയാണോ ഉപയോഗിക്കുന്നത് ആ ഷീറ്റും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഡാറ്റ എറർ വരും. ഇപ്പോൾ ഇവിടെ ഞാൻ സബ്ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു എക്സൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഷീറ്റ് 1ലാണ് ഡാറ്റ ഉള്ളത്. അതുപോലെ നമ്മുടെ ഡാറ്റ വി ലുക്കപ്പ് പറഞ്ഞ നമ്മളെ ഈ ഒരു എക്സൽ ഫയലും. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഫോർമുല അടിക്കുകയാണ്. = വി ലുക്കപ്പ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ലുക്കപ്പ് വാല്യൂ 1 സെലക്ട് ചെയ്യുക, കോമ അടിക്കുക. ഇവിടെ നമ്മൾ ടേബിൾ അറേ സെലക്ട് ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യാം, രണ്ടാമത്തെ എക്സൽ വർക്ക് ബുക്ക് എന്ത് ചെയ്യാം, ടാസ്ക് ബാറിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അത് ഇവിടെ വരും. അതിൽ നമുക്ക് വേണ്ട ടേബിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അപ്പോസ്ട്രോഫിയിൽ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സബ്ഡിവിഷൻ ഡാറ്റ വി ലുക്കപ്പ് .xlsx, അതായത് ആ ഒരു എക്സലിൻ്റെ ഫയൽ നെയിം, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് അതിൽ ഷീറ്റ് 1ൽ അപ്പോസ്ട്രോഫി ക്ലോസ് ചെയ്തിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് ഈ ഒരു റേഞ്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് കോമ അടിക്കാം. കോമ അടിച്ചിട്ട് കോളം ഇൻഡെക്സ് നമ്പർ 2 തന്നെയാണ്,
അത് കഴിഞ്ഞിട്ട് കോമ അടിക്കുക, എക്സാക്ട് മാച്ചിന് ഫോൾസ് അടിച്ചിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് സബ് ഡിവിഷൻ നെയിം കറക്റ്റ് കിട്ടി. ഇങ്ങനെ നമുക്ക് വേറൊരു ഷീറ്റിലുള്ള ഡാറ്റയെ കൂടി എന്ത് ചെയ്യാൻ പറ്റും, VLOOKUP ചെയ്തെടുക്കാൻ പറ്റും. ഇനി പഠിക്കാൻ പോകുന്നത് VLOOKUPൻ്റെ ഒരു അൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മുടെ ഡാറ്റയിൽ VLOOKUP ഉപയോഗിക്കുമ്പോൾ ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂ എപ്പോഴും റേഞ്ചിൻ്റെ ഇടത് സൈഡിൽ ആവേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ ഓഫീസ് ഫെസിലിറ്റി ഐഡിയാണ് ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ട് നമുക്ക് VLOOKUP എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ അത് ഇടത്ത് ഭാഗത്ത് ഉള്ളതിനോണ്ട് നമുക്ക് കോളം ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് എളുപ്പത്തിൽ VLOOKUP ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട്, ഈ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട്, ഇതിപ്പോൾ ഇടത്ത് സൈഡിലല്ല ഉള്ളത്, റൈറ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. ഈ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ട് ഓഫീസ് നെയിം കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് ഈ ഫോൺ നമ്പറിൻ്റെ ഇടത് സൈഡിലാണ് ഓഫീസ് നെയിം ഉള്ളത്. അപ്പോൾ ഇതിനെ നമ്മൾ ലുക്കപ്പ് വാല്യൂ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് VLOOKUP ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇതിൽ VLOOKUP ഉപയോഗിച്ച് ശീലമായവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോൺ നമ്പർ എന്നുള്ള കോളം മൊത്തം കോപ്പി ചെയ്തിട്ട് ഈ ഓഫീസ് നെയിമിൻ്റെ മുന്നിൽ വെച്ചിട്ട് പേസ്റ്റ് ചെയ്യും. എന്നിട്ട് VLOOKUP ചെയ്തിട്ട് വേണ്ട ഡാറ്റ എടുക്കുകയാണ് പതിവായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻഡെക്സ് മാച്ച് എന്ന ഫംഗ്ഷൻ്റെ ഉപയോഗം മനസ്സിലാക്കേണ്ടത്. ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്ത റേഞ്ചിലെ ഏത് കോളവും ലുക്കപ്പ് വാല്യൂ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാം. ഇവിടെ 2 ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 2 ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറുള്ള ഓഫീസ് ഏതാണെന്ന് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ഒരുമിച്ച് ഉപയോഗിക്കാനായിട്ട് മുന്നേ ആദ്യം ഇൻഡെക്സ് ഫംഗ്ഷൻ എന്താണ്, മാച്ച് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മുടെ റോ അല്ലെങ്കിൽ കോളത്തിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ആ പൊസിഷനിലെ ഡാറ്റ കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു റോ അല്ലെങ്കിൽ കോളം അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ആ ഭാഗത്തുള്ള ആ ഒരു സെല്ലിലെ ഡാറ്റ എന്താണെന്നുള്ളത് കാണിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ഈക്വൽ ടു എന്നടിക്കുകയാണ്. എന്നിട്ട് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇൻഡെക്സ് ആണ് നമ്മളുടെ ഫംഗ്ഷൻ്റെ പേര്. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ കാണുന്നു അറേ എന്ന് കാണുന്നുണ്ട്. അപ്പോൾ അറേ എന്ന് കാണുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള റേഞ്ച് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ A1 to C4 ആണ് സെലക്ട് ചെയ്യുന്നത്. ഇനി കോമ കൊടുത്തിട്ട് റോ നമ്പർ പൊസിഷൻ കൊടുക്കുവാൻ പറയുന്നു. അവിടെ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ റോ നമ്പർ പൊസിഷൻ, ഇവിടെ ഈ ഒരു റോ നമ്പർ പൊസിഷൻ ചോദിക്കുന്നു. അവിടെ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് കോമ പ്രസ് ചെയ്തു. എന്നിട്ട് കോളൻ നമ്പർ പൊസിഷൻ കൊടുക്കാം. അപ്പോൾ കോളൻ നമ്പർ പൊസിഷൻ അവിടെയും ഞാൻ 1 എന്ന് കൊടുക്കുകയാണ്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് എൻ്റർ കീ അടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഫീസ് ഫെസിലിറ്റി ഐഡി എന്നുള്ളത് കാണാം. അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സെലക്ട് ചെയ്ത റേഞ്ചിൽ ഈ റേഞ്ചാണ് നമ്മൾ അറേ ആയിട്ട് സെലക്ട് ചെയ്തത്. അതിൽ ആദ്യത്തെ റോ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുപോലെ ആദ്യത്തെ കോളം, അത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഭാഗം, ഈ ഒരു പൊസിഷനാണ് നമുക്ക് എന്ത് ചെയ്ത് കാണിച്ചു തരുന്നത്. ആ പൊസിഷനിൽ എന്താണ് ഉള്ളത് എന്നാണ് കാണിച്ചു തരുന്നത്. ആ പൊസിഷനിൽ ഇപ്പോൾ ഫെസിലിറ്റി ഏരിയയാണ്. ഇനി നമ്മളിവിടെ റോ നമ്പർ 1 പകരം നമ്മളിവിടെ 2 കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 141 കിട്ടി. അതായത് റോ നമ്പർ 2 ആണ്, കോളൻ നമ്പർ 1, അത് 141 ആണ്. അതേപോലെ കോളൻ നമ്പർ നമ്മൾ 2 മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടി കാലിക്കറ്റ് ബ്രാഞ്ച്. അതായത് റോ നമ്പർ 2 ആണ്, കോളൻ നമ്പർ 2, അത് കാലിക്കറ്റ് ബ്രാഞ്ച് എന്നുള്ള ആൻസറാണ് വരിക. അപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യണം. ഇനി നമ്മൾ മാച്ച് ഫംഗ്ഷൻ എന്താണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ കൊടുത്ത വാല്യൂ ഏത് പൊസിഷനിലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇൻഡെക്സ് ഫംഗ്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇൻഡെക്സ് ഫംഗ്ഷനിൽ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് വാല്യൂ കിട്ടും. മാച്ച് ഫംഗ്ഷനിൽ വാല്യൂ വെച്ചിട്ട് നമുക്കത് ഏത് പൊസിഷനാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഈക്വൽ ടു മാച്ച് എന്നടിച്ചു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ലുക്കപ്പ് വാല്യൂ കൊടുക്കുകയാണ്. ഞാൻ ഈ നമ്പറാണ് ഇവിടെ സെലക്ട് ചെയ്യണത്. എന്നിട്ട് കോമ അടിക്കുക. എന്നിട്ട് ലുക്കപ്പ് അറേ എന്നുള്ളിടത്ത് ഞാൻ ആ ഫോൺ നമ്പർ ഉള്ള കോളം സെലക്ട് ചെയ്യണം. ഈ ഒരു അറേയിലാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു നമ്പർ ലുക്കപ്പ് ചെയ്യേണ്ടത്. എന്നിട്ട് കോമ അടിക്കാം. അപ്പോൾ നമുക്ക് എക്സാക്റ്റ് മാച്ചാണ് കിട്ടേണ്ടത്. അതിനവിടെ 0 ആണ് പ്രസ് ചെയ്യേണ്ടത്. 0 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കാം. അപ്പോൾ നമുക്ക് 3 എന്നുള്ളൊരു പൊസിഷൻ കിട്ടി. അത് ഞാൻ ഈ ഒരു റേഞ്ചാണ് സെലക്ട് ചെയ്തത്. ഈ ഒരു നമ്പർ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ, ഈ ഒരു കോളത്തിന് വെച്ച് നോക്കുകയാണെങ്കിൽ 1, 2, 3 കോളത്തിലല്ല, ഞാൻ സെലക്ട് ചെയ്ത റേഞ്ച് ഈ കോളം ഇവിടെ തൊട്ടിട്ടാണ് സെലക്ഷൻ വരുന്നത്. അതുകൊണ്ട് 1, 2, 3 മൂന്നാമത്തെ പൊസിഷനിലാണ്. റോൻ്റെ പൊസിഷൻ 3 എന്നാണ്. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഇതിൽ റേഞ്ച് എന്നുള്ളിടത്ത് ഈ ഒരു കോളം സെലക്ട് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ ഈ ഒരു നമ്പറുള്ള
റോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ റോ ഇതിൻ്റെ എത്രാമത്തെ കോളം പൊസിഷനിലാണ് ഈ നമ്പർ ഉള്ളത് എന്ന് മനസ്സിലാവും. ഇവിടെ 5ാമത്തെ പൊസിഷനിലാണ് ഞാനിവിടെ ഈ റോ സെലക്ട് ചെയ്തപ്പോൾ ഇവിടെ 1 2 3 4 5ാമത്തെ പൊസിഷനിലാണ് ഈ നമ്പർ ഉള്ളതെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു റോ പൊസിഷനോ അല്ലെങ്കിൽ കോളം പൊസിഷനോ കാണാൻ വേണ്ടിയിട്ട് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഡിലീറ്റ് ചെയ്യാണ്. ഇനി ഈ 2 ഫംഗ്ഷനും ഇൻഡെക്സ് ഫംഗ്ഷനും മാച്ച് ഫംഗ്ഷനും ഒരുമിച്ചിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് VLOOKUPന് ആൾട്ടർനേറ്റീവായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. VLOOKUPന് ആൾട്ടർനേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. VLOOKUPനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കൂടുതൽ ഡാറ്റ സെറ്റിന് വാല്യൂ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിനായിട്ട് ഈ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ഓഫീസ് നെയിം കിട്ടാനായിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഇവിടെ ആദ്യം = അടിക്കാം. എന്നിട്ട് ഇൻഡെക്സ് എന്ന് ടൈപ്പ് ചെയ്യാം. കാരണം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആ ഒരു പൊസിഷനിലുള്ള വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡെക്സ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. ഇൻഡെക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇനി ഇതിൽ അറേ സെലക്ട് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ ടേബിളാണ് അറേ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് അറേ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു ടേബിളിലുള്ള ഡാറ്റയാണ് നമുക്ക് റിട്ടേൺ ചെയ്ത് വരേണ്ടത്. ഇനി കോമ അടിക്കുകയാണ്. ഇതിൽ നമുക്ക് റോ നമ്പറാണ് വേണ്ടത്. ഇപ്പോൾ റോ നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ മാച്ച് ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് മാച്ച് എന്ന് അടിച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ ലുക്കപ്പ് വാല്യൂ കൊടുക്കുവാൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫോൺ നമ്പർ ഉള്ള റോ ഏതാണെന്ന് ആണ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. എന്നിട്ട് കോമ അടിച്ചിട്ട് ആ ഒരു ഫോൺ നമ്പറുള്ള അറേ സെലക്ട് ചെയ്യുക. ഇവിടെ ഫോൺ നമ്പറുള്ള അറേ, കാരണം നമുക്ക് ആ ഒരു അറേ സെലക്ട് ചെയ്താൽ കോളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രാമത്തെ റോ ആണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ പൊസിഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു കോളം സെലക്ട് ചെയ്യാണ് അറേ എന്നുള്ളിടത്ത്. എന്നിട്ട് കോമ അടിച്ചിട്ട് എക്സാക്റ്റ് മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 0 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ റോ നമ്പർ എന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ അടിച്ചത്. ഇനി കോമ അടിക്കുക. ഇപ്പോൾ നമ്മളോട് കോളം നമ്പർ ഏതാണെന്ന് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കും. അതായത് നമ്മൾ സെലക്ട് ചെയ്ത റേഞ്ചിലെ ഏത് കോളത്തിലെ അല്ലെങ്കിൽ പൊസിഷനിലെ ഡാറ്റയാണ് കിട്ടേണ്ടത് എന്ന്. ഇവിടെ നമുക്ക് വേണ്ടത് ഓഫീസ് നെയിമാണ്. ഇതിവിടെ നമ്മൾ ഇൻഡെക്സിൻ്റെ റേഞ്ചാണ്, A to F എന്നുള്ള റേഞ്ചാണ് നോക്കുന്നത്. അപ്പോൾ അതിൽ ഓഫീസ് നെയിം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനാണെന്ന് നോക്കാം. 1 2 രണ്ടാമത്തെ പൊസിഷനിലാണ് നമ്മൾ ഈ ഒരു വലിയ റേഞ്ച് സെലക്ട് ചെയ്തതിൽ 2ാമത്തെ പൊസിഷനിലാണ് ഓഫീസ് നെയിം ഉള്ളത്. അപ്പോൾ നമുക്ക് വേണ്ട കോളം നമ്പർ എന്നുള്ളിടത്ത് 2 എന്ന് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു നമ്പർ ഉള്ളത്, ഇവിടെയാണ് ഈ ഒരു നമ്പർ ഉള്ളത്. ഈ നമ്പറുള്ള ഓഫീസിൻ്റെ പേര് തൃശ്ശൂർ സെൻറ്റർ എന്നാണ്. ഇത് ഓട്ടോ ഫിൽ ചെയ്യുമ്പോൾ എറണാകുളം സൗത്ത് കാണാം. ഈ ഒരു 78 എന്നുള്ള നമ്പർ ഉള്ളത് എറണാകുളം സൗത്തിൻ്റെ ആണെന്നുള്ളത് മനസ്സിലാവും. Ctrl+F അടിച്ച് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, ഇവിടെ എറണാകുളം സൗത്താണ്. നമ്മളെപ്പോഴും ഒരു എക്സൽ ഫോർമുല ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് 1 2 ഡാറ്റ വെച്ചിട്ട് വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ഇത് ചെറിയ ഡാറ്റ ആണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് കാണിച്ചു തന്നതാണ്. നമ്മൾ വലിയ ഡാറ്റ അടിക്കുമ്പോൾ എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള 2 3 ഡാറ്റ എടുത്തിട്ട് റാൻഡമായിട്ട് നമ്മൾ അടിച്ച ആ ഒരു ഫോർമുല കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് ഡാറ്റ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഒരു റേഞ്ച് സെലക്ട് കഴിഞ്ഞാൽ ആ റേഞ്ചിലെ ഏത് കോളത്തിനെയും നമുക്ക് ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. VLOOKUP ആണെങ്കിൽ ഇടത്തെ അറ്റത്തുള്ള ആ റേഞ്ചിലെ ഇടത്തെ അറ്റത്തുള്ള ഡാറ്റ വെച്ചിട്ട് മാത്രമേ നമുക്ക് VLOOKUP ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ റോൻ്റെ പൊസിഷൻ മാച്ച് ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് കോളത്തിൻ്റെ പൊസിഷനും വേണമെങ്കിൽ മാച്ച് ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊടുത്ത് നമുക്ക് ആ വ്യത്യസ്ത ക്രൈറ്റീരിയ ഉള്ള ഡാറ്റ എളുപ്പത്തിൽ എടുക്കുവാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ സ്വയം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇന്ന് പഠിച്ച VLOOKUPൻ്റെ ബേസിക്സ്, ഈഫറർ, ഇൻഡെക്സ് മാച്ച് ഫംഗ്ഷൻ എന്നിവയെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നന്ദി.